ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം. ഒരു വലിയ വേദന നിറഞ്ഞ ഒരു വാർത്ത നമ്മൾ കേൾക്കാനിടയായി, കാണാനിടയായി അല്ലേ? എന്താണ് ആ വാർത്ത? എല്ലാവരും അറിഞ്ഞു കാണും. പത്രത്തിലും ടി വിയിലും ഇന്നലെ മുതലേ വന്നിട്ടുണ്ട്. വലിയ ദുരന്തം എന്ന് വേണമെങ്കിൽ, ഭ്രാന്തൻ ദുരന്തം, വരുത്തി വെച്ച ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ എന്താ പറയേണ്ടത്? തലക്ക് പിടിച്ച ഭ്രാന്ത്, ഇല്ലെങ്കിൽ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുന്നതിൻ്റെ ഭ്രാന്ത്, അതുമല്ലെങ്കിൽ ആഭാസം, അതുമല്ലെങ്കിൽ പുതിയ തലമുറ എങ്ങോട്ട്. ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വാർത്ത കേൾക്കാനിടയായി. വൈകുന്നേരം ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് എന്താ വാർത്ത? തിക്കലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചെന്ന പറഞ്ഞ് കേട്ടത് വാർത്ത. ആര് ഉത്തരവാദി? നമ്മൾ തന്നെ ഉത്തരവാദി അല്ലേ? നമ്മൾ മാത്രമാണ് ഉത്തരവാദി, വേറെ ആരുമല്ല. നമുക്ക് ഭ്രാന്ത് എല്ലിൻ്റെ ഉള്ളിൽ കുത്തുന്നതിൻ്റെ ഭ്രാന്ത് തിന്നാൻ നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തും ചെയ്യാലോ, എന്തും കളിക്കാലോ. ആരാധന, കോപ്പ്, തേങ്ങാക്കൊല, മണ്ണാങ്കട്ട. ഇവിടെ വീരാരുകോലിയും കാലിയെല്ലാം അവർ ജയിച്ചു, അവരങ്ങ് പോയി, അവർ പണം മേടിച്ച് അവരെ സന്തോഷമായി ജീവിതം ഇതാക്കി. നിങ്ങളെന്ത് നേടി? എന്ത് മണ്ണാങ്കട്ടയാണ് നേടിയത്? ഒരു കോപ്പുമില്ല, ദുഃഖം മാത്രം അല്ലേ? ആഭാസം എന്ന് പറയാം, ആഭാസം. കായിക പ്രേമികൾ ഒരുപാടുണ്ട്, ഞാനും കായിക പ്രേമിയാണ്. പക്ഷേ ഇതുപോലത്തെ മെൻ്റൽ ഡിപ്രഷൻ ഒന്നുമില്ല. അതിനായിട്ട് വീണ് മരിക്കാനൊന്നുമില്ല. ആസ്വദിക്കുക. അത് ഏതായാലും സിനിമയായാലും കായികമായാലും എന്തായാലും ആസ്വദിക്കുക. അതാണ് കായിക ആസ്വാദനം. അല്ലാതെ ഇത്രയും മെൻ്റൽ ഡിപ്രഷനായിട്ടുള്ള പുതിയ തലമുറയിനൊന്നും ഇനി എങ്ങോട്ട് പോകുന്നു? ഈ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ട് പോകാനല്ലേ? ഇതിലപ്പുറം ഇനി എന്ത് ചെയ്യാനാ? 11 പേര് മരിച്ചു. 11 പേര് ചെറുപ്പക്കാരികളായിരിക്കും. എന്താ വിവരവും വിദ്യാഭ്യാസം ഇല്ലേ പുതിയ തലമുറക്ക്? അതിൻ്റെ ഈ കാഴ്ചകളാണോ ഈ കാണുന്നത്? നല്ല കാഴ്ചയാണ്, അഭിമാനിക്കാം നമുക്ക് പുതിയ തലമുറക്ക്. 40,000 പേരെ കൊള്ളുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, അതിൽ 2 ലക്ഷത്തോളം വരുന്ന പുറത്ത്, സ്റ്റേഡിയത്തിന് പുറത്ത്, ഗേറ്റിന് പുറത്ത് 2 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, ആരാധക ഇത് പുതിയ തലമുറേൻ്റെ അതാണും പെണ്ണും ആരാധക. ഉയ്ഷ്, എൻ്റെ തരങ്ങൾ, എൻ്റെ പൊന്നോമന തരങ്ങൾ. എനിക്ക് ഫോട്ടോ എടുക്കണം. ഉഷ് ബസ്സിലുള്ള യാത്ര. അവർ വിജയശ്രീ ലാളിതനായിട്ട് ബസ്സിൽ ജനങ്ങളെ ഇങ്ങനെ അഭിവാദ്യം കൊള്ളുക. അപ്പം കുളിര് കോരുമെന്ന്. കുളിരി ആർക്ക്? കാണികൾക്ക്. ഇങ്ങനെയും മണ്ടന്മാരായ കാണികൾ. എടോ, ആരാധന നല്ലതാണ്. അത് മൂത്ത് ആകുമ്പോഴാണ് സ്വബോധം തന്നെ നഷ്ടപ്പെടുന്നത് അല്ലേ? കുറച്ചൊക്കെ തലക്ക് ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? തലക്ക് ഇല്ലേ? ഓളോ ഇല്ലേ? തീരെ ഇല്ല എന്നാ തോന്നുന്നത്. അതെ, ശരിയാ. കുറേ എണ്ണം വലിയ മരത്തിൻ്റെ മുകളിൽ ഏത് കോപ്പ് മരത്തിൻ്റെ സ്റ്റേഡിയത്തിനെക്കാട്ടും വലിയ മരം പുറത്തുണ്ട്. ആ മരത്തിൻ്റെ ഉള്ളിൽ അങ്ങ് ഏന്തി മേലെ കയറാനാണ് നിൽക്കുന്നത്. വാശി ഒന്ന് കാണാൻ. എൻ്റെ അഭിമാനമായ താരങ്ങൾ. അനക്ക് ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, തന്നെയും വേണ്ട, തള്ളിയും വേണ്ട, ഒന്നും വേണ്ട. അവനവൻ്റെ ജീവിതവും വേണ്ട അല്ലേ? അങ്ങനല്ലേ? സ്വന്തം വീട്ടിൽ നിന്നൊന്ന് കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞാലേ ഒന്ന് ചക്ക പറിച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ. ഇതാണ് പുതിയ തലമുറേൻ്റെ കാഴ്ചപ്പാട്. ആ തിക്കിലും തിരക്കിലും പെട്ട് ആരാ ഉത്തരവാദി? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഇവിടെ മഴക്കരുതങ്ങളെ, ഇച്ചിരി ബോധമില്ലേ? ഈ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ബോധം ഇനിയെങ്കിലും വരട്ടെ. ആരാധന നല്ലതാണ്. അത് മൂക്കരുത്. മൂത്ത് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കൂ. നിങ്ങൾ ആടിക്കോ പാടിക്കോ തുള്ളിക്കോ, പക്ഷെ അവനവൻ്റെ സേഫ്റ്റി നോക്കണം, മറ്റുള്ളവരെ സേഫ്റ്റി നോക്കണ്ടേ? പിന്നെ ഒരു വാർത്ത കേട്ട് വാഹന അപകടം. ഇതാ ഇന്നലെ കണ്ണൂർ ചെറുകുന്ന് അവിടെ കാറ് കൊണ്ടുപോയിട്ട് സ്കൂട്ടറിനടിച്ചിട്ട് ആ യാത്രക്കാരൻ പറയണ്ട. വേറെ ഒന്നതാ എറണാകുളത്തെങ്ങാറ്റോ 2 ബസ്സിൻ്റെ ഇടയിൽ ബൈക്ക് കുടുങ്ങി ഞെരുങ്ങി പിടിഞ്ഞ്. അതും എന്തോ ഓരോ ഈ ലോകത്ത് എങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഏത് വിധത്തിലായാലും
ഓരോരോരോരോരോരോ പുതിയ 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 പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യർ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും എന്തെന്നാലും എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. അയ്യോ 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 കേന്ദ്രമല്ല സോറി കേന്ദ്രമല്ല അല്ലല്ല കേരളം ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രാന്താലയം ആയി 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 എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ ക്രിക്കറ്റ് ആരാധിക്കുന്ന ഈ താരങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? അവർക്ക് കിട്ടി കോടികൾ, ലക്ഷങ്ങൾ, അത് ഇത് അവരെ ജീവിത സന്തോഷം. നിങ്ങളൊക്കെ ഓരോരുത്തരുടെ എന്തോന്നാ 2 ലക്ഷത്തിലേറെ പേര് ആ സ്റ്റേഡിയത്തിന് പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് കാണാനായി പോകുന്നു നിങ്ങൾ? എന്തു കാണാനാണ്? മനുഷ്യ അതപ്പതിക്കല്ലേ മനുഷ്യ എന്താവും അവസാനം? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പുതിയ തലമുറയോടോ പഴയ തലമുറയോടും പറയാനുണ്ട്. ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കുറച്ചെങ്കിൽ തലയിലുള്ളിൽ ബോധം വരണ്ടേ? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അവർക്ക് ലക്ഷങ്ങൾ കോടികൾ കിട്ടി അവർ സന്തോഷകരമായിട്ട് ജീവിതം പോകുന്നു. നിങ്ങളോ അരച്ച വയറിന് വേണ്ടി പിറ്റേന്ന് ജോലി എടുക്കണം വേണ്ടേ? ഇപ്പോൾ ആർക്ക് പോയി? അവരവരെ കുടുംബത്തിന് പോയി, അവരവരെ ജീവിതം പോയി, പരിക്ക് പറ്റി. എന്നാ പറയണ്ടേ? ഒന്നും പറയാനില്ല. തദൈവ എന്തെല്ലാം നൂലാമാലകളുണ്ടായത്. നിരപരാധികൾ വരെ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി. എന്തിനാണ് ഈ കാണാൻ പോകുന്നതെന്നാണ്. കാണാൻ പോട് അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്തിനാ കാണേണ്ട ആവശ്യം? ആൾക്കാർ ജനങ്ങളുണ്ടെങ്കിൽ എന്തിനാ പിന്നെ കാണുന്നു പോകുന്നു? എത്രയോ വിനോദസഞ്ചാര മേഖലയുണ്ട്, എവിടേക്ക് പോകൂ? നിങ്ങൾ എന്തോ ഇത് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്കൊന്നും? അധികാരികൾ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കയറാൻ പാടില്ല, പുറത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ, അല്ലേ മൃഗമാണോ? എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇത് പറയാനും കേൾക്കാനേ ഉള്ളൂ ഓരോ ദിവസവും. ഒരു നല്ല വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ മറിച്ച് വെച്ചിട്ട് കൂടുതൽ നെഗറ്റീവ് വാർത്തകളാണ്. പല തരത്തിൽ ഏത് മേഖല എടുത്തു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനെന്ന ഭാവം വെടി. ഞാൻ എന്തോ സംഭവമാണെന്നുള്ള ആ ഒരു സംഭവമില്ലേ, അതങ്ങ് വെടി. എന്നെല്ലാം ക്ലിയർ ആവും. അത് ഇല്ലാത്തടത്തോളം കാലം ഈ ലോകം കലുഷിതമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ് അര സെക്കൻഡ് മതി എല്ലാം തീരാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കുക പുതിയ തലമുറയും പഴയ തലമുറയും. അല്ലാതെ നിങ്ങൾ കളിക്കുന്ന ഈ കോമാളിത്തരുന്നോ ഒരു മണ്ണാങ്കട്ടയല്ല. 1947 ശേഷം സാധനം കിട്ടിയത് അല്ലേ? 47 സാധനം കിട്ടിയത്. അതിന് ശേഷം തുടങ്ങിയത് സാധനം കിട്ടിയതിന് ശേഷം തുടങ്ങിയത്. അല്ലാത്തപ്പോൾ മനുഷ്യനായിട്ടുണ്ടായിരുന്നു, മനുഷ്യത്വം ഉണ്ടായി എന്ന് വേണ്ടിക്ക് പറയാം. നമുക്ക് പറഞ്ഞ് പോകും. സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണ് പിന്നെയും മനുഷ്യൻ തമ്മിൽ എന്താ ഇപ്പം എല്ലാവർക്കും സൗകര്യങ്ങളല്ലേ, എല്ലാ സൗകര്യങ്ങളായി, എല്ലാം ആരും വേണ്ട എന്നുള്ള ചിന്താഗതിയാണ്. ഒരു സെക്കൻഡ് അര സെക്കൻഡ് വേണ്ട തീരാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആരാധകർ, താരങ്ങൾ, മണ്ണാങ്കട്ട ഊരേണ്ടത്. എന്ത് താരങ്ങളാണോ? അവരും എല്ലാം മനുഷ്യൻ തന്നെയാണ്. പിന്നെ എന്ത് താരങ്ങൾ? നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ആ ലെവലിലെത്താം. അതാ ചിന്തിക്കേണ്ടത്. എനിക്ക് കഴിവുണ്ട്, ഉള്ളിൽ കഴിവുണ്ട്. അപ്പം നമ്മളെന്ത് വേണം? നമ്മൾ ആ നിലയിലെത്താൻ വെക്കേണ്ടത്. അല്ലാതെ അവരെന്തോ വലിയ നക്ഷത്രം രാജകുമാരക്കും ഇറങ്ങി നക്ഷത്രം ആകാശത്ത് ഇങ്ങനെ പൊട്ടി പോകണമെന്നല്ല. നമുക്കും അതേപോലെ എത്തണം എന്നല്ല. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ട്, നമ്മളതിന് പഠിക്കുക വേണ്ടത്. അല്ലാതെ ആരാധകനായിട്ട് ഭ്രാന്തന്മാരായി പോലെ നിൽക്കുകയല്ല വേണ്ടത്, ജീവിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ കാരണം എത്ര പേര് മരണപ്പെട്ടു? 11 പേര് മരണപ്പെട്ടു എന്നുണ്ട്. അതിൽ കൂടുതലാകാനാണ് സാധ്യത. എന്തോന്നാണോ? ചിന്തിക്കൂ. നിങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ചിന്തിക്കുക. ഞാനാരാണെന്ന് ചിന്തിക്കുക. ആ ബോധം വരട്ടെ. ഇനിയെങ്കിലും ബോധം വരട്ടെ, എല്ലാവർക്കും ബോധം വരട്ടെ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കുക. അന്തർ മത്സരബുദ്ധി ജീവിതത്തിൽ മത്സരബുദ്ധി വെടിയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ കലിയനിയും കൂടും. ഓരോരുത്തരുടെ ശരീരത്തിൽ കലിയുണ്ടാവും. അതുകൊണ്ട് മത്സരം വെടിയൂ. ഓക്കെ.